ഹലോ, എല്ലാരും ഹാപ്പി അല്ലേ? നമ്മുടെ പുതിയൊരു എല്ലാരും ഹാപ്പി അല്ലേ? നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഗൈസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു വ്ളോഗാണ്. നമ്മളൊന്നൊരു ക്രിസ്മസ് ഒക്കെ അടുത്തോണ്ടിരിക്കല്ലേ, അപ്പൊ നമ്മളിന്നൊരു കുറച്ച് പേപ്പറൊക്കെ, ഞാൻ ഇന്ന് കടയിൽ പോയപ്പോൾ കുറച്ച് പേപ്പറൊക്കെ വാങ്ങിനി. അപ്പൊ പേപ്പർ വെച്ചിട്ട് നമ്മളിന്നൊരു അടിപൊളി ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ ഓൾറെഡി ഒരു സ്റ്റാർ ഉണ്ട്, കഴിഞ്ഞ 3-4 കൊല്ലമായിട്ട് അതാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഒരു ചേഞ്ച് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാനൊരു സ്റ്റാർ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പൊ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എന്തായാലും നമുക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റാർ ഉണ്ടാക്കാനായിട്ട് ആകെ 2 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് A4 ഷീറ്റ് വേണം, പിന്നെ പശ വേണം. ഈ 2 കാര്യങ്ങൾ കൊണ്ടാണ് നമ്മളിന്ന് സ്റ്റാർ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വളരെ എളുപ്പമാണ്, എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഞാനോ വിചാരിച്ചു ലാസ്റ്റ് ഉണ്ടാക്കണം. എന്നാലും കുഴപ്പമില്ല, നമുക്കൊന്ന് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഇന്ന് ഇവിടെ വീട്ടിൽ ഞാനും അച്ഛമ്മയും പവിയാണുള്ളത്. അച്ഛൻ പണിക്ക് പോയി, അമ്മ കടയിൽ പോയി. അപ്പോൾ അതെന്ത് പൊടി? അമൃതപ്പൊടി ഉള്ളത്. അപ്പോൾ അമൃതപ്പൊടി ഇത് നിങ്ങൾ വറുത്തതാ? അപ്പൊ പവിക്കുന്ന് എന്താണ്, ഇന്ന് സ്കൂളുണ്ടായിട്ട് പനി, എന്നോട് പോയില്ല. ഇന്ന് എക്സാം ഉണ്ടോ? പവിക്കുന്ന എക്സാം ആണ്. അപ്പൊ എക്സാം ആയതിനോട് ഇന്ന് എക്സാം ഇല്ലാത്തതിനോട് ലീവായി കുത്തിരിക്കുകയാണ്. അപ്പൊ നെറ്റീമിലൊക്കെ ചാണകം തേച്ച് കുത്തിരിക്കുകയാണ്. അത് സംഭവം മാറുന്നല്ല, പനി പോകാൻ വേണ്ടി തേച്ചതാണ്. നെറ്റീമ് ചാണകം തേച്ചാൽ വേഗം പനി പോകുന്നാണ് പറയാറുള്ളത്. അപ്പൊ അതുകൊണ്ട് തേച്ചിട്ടതാണ്. അപ്പോൾ റെസ്റ്റിലാണ്. ആദ്യത്തെ പരിപാടി, സ്റ്റാർ ഉണ്ടാക്കുന്നതിന്റെ മുന്നേ നമ്മുടെ ആദ്യത്തെ പരിപാടി ഈ ചെക്കൻ ആശുപത്രി കൊണ്ടുപോവാണ്. ഒറ്റയ്ക്കട് പോയാൽ മതി. ഇപ്പത് ഞാൻ വരുന്ന ഒരേ കാത്തുനിന്ന് രാവിലെ എണീച്ച് അപ്പൊ എന്തായാലും ഓനെ ആദ്യം ആശുപത്രി കൊണ്ടുപോകുന്ന പരിപാടിയാണ്. ആദ്യം ആശുപത്രി കാണിച്ചിട്ട് അതിന് ശേഷം നമുക്ക് വന്നിട്ട് സ്റ്റാർ ഉണ്ടാക്കാം. ആശുപത്രിയിൽ നിന്ന് വ്ളോഗ് എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ വ്ളോഗ് എടുക്കാത്ത ഗൈസ്. ചെറിയൊരു മടിയുണ്ട്, അതുകൊണ്ടാണ്. അപ്പം നമുക്ക് കാണിക്കാൻ എന്തായാലും. അപ്പം സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ പവീനെ കാണിച്ച് ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം. ഞാൻ പുതിയതായിട്ട് ഉണ്ടാക്കിയൊരു ടാങ്കാണ് മീനാളെ വളർത്താൻ വേണ്ടി. ഓട്ടോറിക്ഷയുടെ മുകളിലുള്ള ടാങ്ക് എല്ലാവർക്കും കാണിച്ചു തരാം. നോക്കൂ, വാവ്, പൊളി. ഓട്ടോറിക്ഷേൻ്റെ മുകളിലൊക്കെ ടാങ്ക് ഉണ്ടാക്കാൻ എന്നെ കഴിഞ്ഞ വേറെ ആളുള്ളൂ. ഓട്ടോറിക്ഷേൻ്റെ മുകളിൽ നല്ല തെളിഞ്ഞ വെള്ളമുള്ള ഒരു അടിപൊളി ടാങ്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിലാണ് നമ്മളിനി പുതിയ വെറൈറ്റി മീനുകളൊക്കെ ഇടാനായിട്ട് പോകുന്നത്. സംഭവം വേറൊന്നല്ല, മഴയാറിന് വെള്ളം നിറഞ്ഞതാണ് കേട്ടോ. നമ്മൾ ഓട്ടോ ഇപ്പോൾ ഒരു ഫുള്ളൊരു പോയി തീരുമാനമായിന് വണ്ടിയൊക്കെ പാടെ. ഒന്നേ കൈസ്, അപ്പോൾ വണ്ടിയൊക്കെ നോക്കി, വണ്ടീൻ്റെ എൻജിൻ കൊണ്ടുപോയി, ബാറ്ററി എടുത്തുകൊണ്ടുപോയി. അപ്പോൾ വണ്ടി മൊത്തം പോയിന്. ഇപ്പോൾ വണ്ടി തീരുമാനമായി കിടക്കുകയാണ്. അപ്പം നമുക്ക് നമ്മുടെ പണിയിലോട്ട് കിടക്കാം. സ്റ്റാർ മേക്കിംഗ് സംഭവം ഞാൻ പറഞ്ഞുതരാം. ഞാൻ കാണിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ചെറിയ എന്തോ മൂക്കുന്ന് ചോരെങ്ങാനും വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. കാരണം ക്യാൻസർ ഉണ്ട് എന്നല്ല, ക്യാൻസർ ആവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാന്നാ പറഞ്ഞു. ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് മരുന്ന് തന്നിന്. ഇനി വേറെ പ്രശ്നമൊക്കെ ഉണ്ടാവണമെങ്കിൽ കാണിക്കാനാ പറഞ്ഞു. ക്യാൻസർ ആണ് എന്നോ അല്ലെന്നോ അങ്ങനെ ഒരു വർത്താനൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കറിയില്ല, എന്തോ ശരിക്കും പോയിക്ക് ക്യാൻസർ ഒന്നല്ല ചുമ്മാ വേറെന്തോ ഒരു പ്രശ്നമാണത്. വെറുതെ പറഞ്ഞതാണ്, വെറുതെ. അച്ഛൻ വിളിച്ചു ഒരു ടാങ്കില്ല. പിന്നെ അതിനൊരു കുഴപ്പമില്ല, ക്യാൻസർ പവിക്കൊരു കുഴപ്പമില്ല. അച്ഛമ്മേനെ അയാൾ പ്രാങ്ക് ചെയ്ത് കഴിച്ചു. അച്ഛമ്മേനെ പവിക്ക് എന്തോ വലിയ രോഗമാണെന്നൊക്കെ പറഞ്ഞു. അയ്യോ, അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ പരിപാടി ഈ മേശയൊക്കെ ഒന്ന് നന്നാക്കാം. നമ്മൾ ഈ മേശം വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർ ഉണ്ടാക്കാനായിട്ട് പോണത്. അപ്പോൾ ആദ്യം മേശമിൽ കുറച്ച് കിടുതാപ്പുകളുണ്ട്, ഇതൊക്കെ എടുത്ത് മാറ്റാം. ആദ്യം തന്നെ എൻ്റെ ബുക്കാണ്, ഞാൻ പഠിക്കുന്ന ബുക്കാണ്.
അപ്പം നമ്മുടെ ആദ്യത്തെ പരിപാടി ഒരു A4 എടുക്കുക. ആ A4 എടുത്തിട്ട് ഞാൻ മടക്കി കാണിച്ചു തരാം. A4 എടുക്കുക, ഇതാ അങ്ങനെ അങ്ങനെ ഇങ്ങനെ 2 ഭാഗത്തും ഇതാക്കിയിട്ട് ഒട്ടിച്ചെടുക്കുക. ആദ്യം ഇത് ഇങ്ങനെ ഒരു 5 എണ്ണം മടക്കി വെച്ചോളൂ. ഇങ്ങനെ ഒരു 5 എണ്ണം മടക്കി വെച്ചിട്ട് പിന്നെ ഒട്ടിക്കാം. അപ്പോൾ ഗൈസ് അങ്ങനെ മടക്കിയിട്ട് നമ്മൾ 4 എണ്ണം അങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട്, 4 A4. ഇനി നമ്മളിത് 4 കൂടി ഇനി ഒട്ടിക്കണ പരിപാടിയാണ്. ഒട്ടിക്കുക. അപ്പം ഇങ്ങനെ നടുവ് കൂടെ 4 എണ്ണത്തിൻ്റെ നടുവിലൂടെ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഗൈസ് അങ്ങനെ പറഞ്ഞ പോലെ 2 ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കിയിട്ട് A4 ഷീറ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഒരു ഭാഗം അവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് മടക്കിയിട്ട് 2 ഭാഗത്ത് നടുവിൽ പശ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. അങ്ങനെ ഒരു 4 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. 4 പേപ്പർ ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സംഭവം ഇപ്പോൾ ഒരു സാധനം പാളിപ്പോയിട്ടു. സംഭവത്തിലൂടെ പശ ഒട്ടിക്കേണ്ടത് ഇങ്ങനെ 4 പേപ്പർ ആക്കിയതിന് ശേഷം 4 കൂടി കൂട്ടി ഒട്ടിക്കണം. 4 പേപ്പർ ഇതേപോലെ മടക്കി ഒട്ടിച്ചതിന് ശേഷം ആ 4 കൂടി ഒപ്പരം വെച്ച് ഒട്ടിക്കണം. അപ്പോൾ ഒട്ടിക്കുമ്പോൾ പശ ഇങ്ങനെ ഒരു ഇൻവേർട്ടഡ് T ഷേപ്പിൽ, അതായത് ഇങ്ങനെ പശ വെച്ചിട്ട് അങ്ങനെ വേണം ഒട്ടിക്കാൻ. പക്ഷെ ഞാൻ ഈ ഒട്ടത്തരം കാട്ടിയത് നോക്കാതെ ഒട്ടിച്ച് ഞാൻ 2 ഭാഗത്തുകൂടി പശ വെച്ചിട്ട് ഒട്ടിച്ച് കൊളായിട്ടൊന്നും ഞാൻ എടുത്തിന്. ഇനി ശരിക്കും ഇങ്ങനെയാണ് ഒട്ടിക്കേണ്ടത്. ഇതിലൂടെ പശ വയ്ക്കുക, ഇതിലൂടെ ഇങ്ങനെ അടി കൂടെ ആക്കിയിട്ട് അങ്ങനെ വേണം ഒട്ടിക്കാൻ. ഓരോന്നിൻ്റെ മുകളിൽ വെച്ചിട്ട് ഞാൻ 2 സൈഡിലൂടെ ആക്കി. അങ്ങനെ 4 പേപ്പർ ഒട്ടിച്ച് നമ്മൾ 5 സെറ്റ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്, 5 എണ്ണം. ഇനി നമ്മൾ ഈ ഓരോ സെറ്റ് എടുത്തിട്ട് അതിൻ്റെ സൈഡിലൂടെ എന്തെങ്കിലും ഒരു ഷേപ്പിൽ വരച്ചിട്ട് അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അത് കുറച്ചുകൂടി അടിപൊളിയാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചത്. സൈഡിലൂടെ അങ്ങനെ വരയ്ക്കുക, അവിടെ ഒന്ന് കട്ട് ചെയ്ത് ഏതെങ്കിലും ഒരു ഷേപ്പിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു ഷേപ്പിൽ ജസ്റ്റ് വരച്ചിട്ട് സൈഡിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതുപോലെ അങ്ങനെ എന്തെങ്കിലും ഒരു ഷേപ്പിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു ഷേപ്പിൽ വെട്ടിയെടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് വെട്ടിയെടുത്തിട്ടുള്ളത്. അതേപോലെ അപ്പോൾ ഇതേപോലെ ഒരു ഷേപ്പിൽ വെട്ടിയെടുത്തിട്ട് നമ്മൾ 5 എണ്ണം ഒന്നല്ല എല്ലാ സെറ്റ് അതേപോലെ വെട്ടിയെടുക്കുകയാണ് ചെയ്യേണ്ടത് അടുത്ത്. അങ്ങനെ അത് ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ ആക്കി തീർത്തിട്ടുള്ളത് 5 എണ്ണം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഇത് ഓരോന്നും ഇൻവേർട്ടഡ് T ഷേപ്പിൽ പശ ഒട്ടിച്ചിട്ട് ഓപ്പറോട് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ അതാണ് അടുത്ത പണി, ഓരോന്നും അങ്ങനെ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഒരു മണ്ടനും ഇവിടെ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരെ നമ്മൾ ഉണ്ടാക്കുന്നതിനെ പറ്റി വളരെയധികം പ്രശംസിച്ചു. അപ്പോൾ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് അവരെന്നോട് പറഞ്ഞു. അപ്പോൾ താങ്ക് യു നീനുട്ടി, താങ്ക് യു കേശവൻ ഫോർ ദാറ്റ് സൂപ്പർ വേർഡ്സ്. അങ്ങനെ ഏകദേശം നമ്മുടെ സ്റ്റാർ റെഡി ആയിട്ടുണ്ട്. നോക്കൂ, വാവ്, നൈസ് ഗൈസ്, നൈസ്. അപ്പോൾ ഏകദേശം ഇതാണ് നമ്മുടെ സ്റ്റാറിൻ്റെ ഒരു ഷേപ്പ്. കുറച്ച് ചെറിയൊരു പണിയും കൂടി ഉണ്ട്. നമ്മുടെ സ്റ്റാറിന് തൂക്കിയിടാനൊരു ഇത് ഉണ്ടാക്കണമല്ലോ, അതും കൂടി ഒന്ന് സെറ്റാക്കിയാൽ സംഭവം റെഡി. അപ്പോൾ അതും കൂടി ആക്കിയതിന് ശേഷം ഫുള്ള് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ ഗായ്സ് നമ്മുടെ സ്റ്റാർ ഇതവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളിന്ന് ഉണ്ടാക്കിയ ക്രിസ്മസ് സ്റ്റാർ. ചെറുതായിട്ട് അവിടെയും ഇവിടെയൊക്കെ ചെറിയ കൊളാവലൊക്കെ ഉണ്ട്, എന്നാലും ഏകദേശമൊക്കെ നമ്മൾ റെഡിയാക്കി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ സ്റ്റാർ? കുറച്ച് കളറും കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായില്ലേ. അപ്പോൾ അടുത്തതായിട്ട് ഇനി ഇതിവിടെ കെട്ടിത്തൂക്കണ ചടങ്ങാണ്. മഴ ചെയ്താൽ കുളവും. അപ്പോൾ നമ്മളിതാ അവിടെ കാണിച്ചു തരാം, അവിടെ കെട്ടിത്തൂക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മളെ സ്റ്റാർ? ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇവിടെയാണ് നമ്മൾ കെട്ടിത്തൂക്കാനായിട്ട് പോകുന്നത്. കാരണം അവിടെയൊക്കെ കെട്ടിയാൽ മഴ ഉണ്ട്, ആകെ നാളത്തോടെ തന്നെ ചീഞ്ഞളിഞ്ഞ് പോകും. ഇപ്പോൾ മഴക്കാറൊക്കെ ഉണ്ട്, അപ്പോൾ ചിലപ്പോൾ മഴ പെയ്യാൻ മതിയോ. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ ഇവിടെയാണ് ഇത് കെട്ടിടാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ കെട്ടാം. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മുടെ സ്റ്റാർ ഇവിടെ കിടന്ന് ആടുന്നു. അപ്പോൾ സ്റ്റാർ ഉണ്ടാക്കിയത് എങ്ങനെയുണ്ട്, കൊളായോ അല്ലെങ്കിൽ രസമുണ്ടോ എന്നൊക്കെ നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം. അപ്പോൾ ഞാൻ സംഭവം പറഞ്ഞാൽ അങ്ങനത്തെ ക്രാഫ്റ്റ് ഒന്നും ചെയ്യാത്തൊരു മനുഷ്യനാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഇതിനൊക്കെ ഇതിനെക്കാട്ടി നന്നായിട്ട് പവയൊക്കെ ഉണ്ടാക്കില്ല. അപ്പോൾ ഞാൻ അങ്ങനെ വലിയ ചെയ്യുന്ന ആളൊന്നല്ല. അപ്പോൾ ആദ്യമായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ് സ്റ്റാർ. അപ്പോൾ എന്താണ് അവസ്ഥ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് വരെയല്ലേ. അപ്പോൾ എല്ലാവരും അടിച്ച് പൊളിക്കുക. സോ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ തൽക്കാലത്തിന് വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ എല്ലാവർക്കും ഷെയറൊക്കെ ചെയ്തൊന്ന് മാക്സിമം സപ്പോർട്ടാക്കി തരിക. അപ്പോൾ നമ്മുടെ സ്റ്റാർ കേസിന് അച്ഛമ്മയ്ക്കോ കാണിച്ചു കൊടുത്ത പോലെ രസമുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താ അവസ്ഥ ഒന്നും അറിയില്ല. അപ്പോൾ അച്ഛനമ്മയൊക്കെ വന്ന് നോക്കട്ടെ, ഓലെന്താ പറയുക. വീഡിയോ എടുക്കുന്നതിനോട് തന്നെ ഓലെന്തായാലും കൊളായെന്നൊന്നും പറയില്ല. അതിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ എന്തായാലും അടിപൊളി സൂപ്പർ എന്നൊക്കെ തന്നെ പറയുള്ളൂ. അപ്പോൾ എന്തൊക്കെയായാലും നമുക്ക് നോക്കാം. സോ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.